മഹാഭാരത യുദ്ധത്തിന്റെ 9-ാം ദിവസം നമ്മുടെ 12-ാം അധ്യായം. ഈ ലോകത്ത് മനുഷ്യരുള്ള കാലത്തോളം ഈ ദിവസം നടന്ന യുദ്ധത്തിന്റെ ഘോരതയെക്കുറിച്ച് സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഭീഷ്മര് ദുര്യോധനനോട് പറഞ്ഞ വാക്കുകളാണ്. ഈ വാക്കുകളിലേക്ക് എത്താനുള്ള കാരണം കർണൻ രംഗപ്രവേശം ചെയ്യുന്നതാണ്. 8 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. കൗരവരിൽ കുറച്ചാളുകൾ മരിച്ചു. ഭീമൻ രാക്ഷസീയമായിട്ട് തന്നെ ദുര്യോധനന്റെ സഹോദരന്മാരെ കൊന്നൊടുക്കി. പക്ഷേ പാണ്ഡവരിൽ ഒരാളെ പോലും തൊടാൻ കൗരവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ സഹോദരന്മാരും ഞാനും മരിക്കും എന്നുള്ള ഭയം ദുര്യോധനനെ കീഴ്പ്പെടുത്തി തുടങ്ങി. അങ്ങനെ ദുര്യോധനൻ ആത്മമിത്രമായിട്ടുള്ള കർണനുമായിട്ട് സംസാരിച്ചു തുടങ്ങി. കർണൻ പറയും, നിന്റെ പിതാമഹനായിട്ടുള്ള ഭീഷ്മർക്ക് പാണ്ഡവരെ കൊല്ലണമെന്ന് വലിയ ഉദ്ദേശമൊന്നുമില്ല. ഞാൻ യുദ്ധത്തിനിറങ്ങാം. എന്നെ ഫീൽഡിൽ ഇറങ്ങാൻ സമ്മതിക്കാൻ, അതായത് ഞാൻ കൊളോക്കിയലി പറഞ്ഞാണ്, എന്നെ രണഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കാൻ നീ പോയി നിന്റെ പിതാമഹനായ ഭീഷ്മരോട് പറയൂ. ഞാൻ എത്തിയിട്ട് പാണ്ഡവരെ അല്ലെങ്കിൽ അർജുനനെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം ദുര്യോധനൻ ചെന്ന് ഭീഷ്മരോട് പറയും, പിതാമഹ, അങ്ങ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായി എൻ്റെ സഹോദരന്മാരൊക്കെ മരിച്ചു വീഴുന്നുണ്ട്. അങ്ങ് പാണ്ഡവരെ കൊല്ലാനുള്ള മനസ്സിലൊന്നുമല്ല നിൽക്കുന്നത്. അങ്ങേക്ക് പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എൻ്റെ സുഹൃത്തായിട്ടുള്ള കർണനുണ്ട്, കർണനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. കർണൻ അർജുനനെ തീർത്തോളും, യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചോളും എന്നൊക്കെ പറയും. അപ്പം ഭീഷ്മർ പറയും, മോനെ ദുര്യോധന, കളി വേറെയാണ്, നീ ഉദ്ദേശിക്കുന്നോട്ടൊന്നുമല്ല കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ നീ ഒരു പഴയ കാര്യം ഓർത്തു നോക്കൂ. ഗാന്ധർവന്മാർ നിന്നെ പരാജയപ്പെടുത്തി തടവിലാക്കിയ സമയത്ത് നിന്റെ ഈ കൂട്ടുകാരനായ കർണൻ എന്ത് ചെയ്തു? അന്ന് നിന്നെ തടവിൽ നിന്ന് രക്ഷിച്ചത് അർജുനനാണ്. പക്ഷെ നിനക്കതൊന്നും ഓർമ്മയില്ല. അർജുനനെ കൃഷ്ണനുള്ള സമയത്ത് പരാജയപ്പെടുത്താൻ ആരെ കൊണ്ടും സാധ്യമല്ല. കാരണം കൃഷ്ണ ഈസ് ദ പ്രൊട്ടക്ടർ, ക്രിയേറ്റർ ആൻഡ് ഡിസ്ട്രോയർ ഓഫ് ദ യൂണിവേഴ്സ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും, ഡിസ്ട്രോയർ എന്ന മലയാളം നശീകാരിയൊക്കെയാണ്. ഇത് പലതവണ പലരും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നീ അതൊന്നും ചെവിക്കൊണ്ടില്ല. മഹാമുനിയായ നാരദൻ പറഞ്ഞിട്ട് പോലും നീ അതൊന്നും മനസ്സിലാക്കിയില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. അതിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം ഗോഡായിട്ടുള്ള ശ്രീകൃഷ്ണൻ കൂടെ ഉള്ളപ്പം അർജുനനെ പരാജയപ്പെടുത്തുക എന്നത് ആരെ കൊണ്ടും സാധ്യമല്ല. നിന്റെ സുഹൃത്തായ കർണനെ കൊണ്ടും അതിന് കഴിയില്ല. കാരണം ഗന്ധർവന്മാർ നിന്നെ പരാജയപ്പെടുത്തിയപ്പം നിന്നെ രക്ഷിക്കാൻ നിന്റെ കർണനെ കൊണ്ട് കഴിഞ്ഞില്ല. അതിന് കഴിഞ്ഞത് അർജുനനാണ്. പക്ഷെ നിനക്ക് ഞാനൊരു വാഗ്ദാനം തരാം. അപ്പം ദുര്യോധനൻ വളരെ പരുഷമായിട്ട് മോശമായിട്ട് ഭീഷ്മരോട് സംസാരിക്കുന്നുണ്ട്. രണഭൂമിയിൽ ഇറക്കാൻ കർണനെ അനുവദിക്കുന്നില്ല. പക്ഷെ ഇങ്ങേര് പാണ്ഡവരെ കൊല്ലുന്നുമില്ല. യുദ്ധത്തിൻ്റെ ഡോമിനേഷൻ തനിക്ക് വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ദുര്യോധനൻ, നിങ്ങൾ വിശ്വാസവഞ്ചകനാണ്, ഹസ്തനപുര സാമ്രാജ്യത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്നവനാണ്, നിങ്ങൾക്ക് പാണ്ഡവരോടാണ് മമത, മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയും. അപ്പം ഭീഷ്മർ പറയും, അപ്പോഴാണ് മറ്റേ ഡയലോഗ്, നാളെ ശിഖണ്ഡി ഒഴികെ മറ്റാരെൻ്റെ മുന്നിൽ വന്നാലും അവരെ മുഴുവനും ഞാൻ വധിച്ചിരിക്കും. യുദ്ധം സാധ്യമെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ ഭീഷ്മർ പറയും. അങ്ങനെ ഭീഷ്മർ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറാവും. പിറ്റേന്നത്തെ ദിവസം യുദ്ധം തുടങ്ങുമ്പം ആദ്യം ഫീൽഡിലേക്ക് വരുന്നത് ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പിന്നെ കുറേ സേനാനികളും കൂടിയാണ്. നേരിടാൻ പോകുന്നത് അഭിമന്യുവിനോട്. അഭിമന്യുവിൻ്റെ തൂക്കിയടി കൊല ഗാണ്ടിലെ ഇറക്കെ മാസ് എന്നൊക്കെ പറയണം. അഭിമന്യു വളരെ ശക്തമായിട്ട് അസ്ത്രങ്ങൾ കൗരവരുടെ നേരെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുത്തനെയും കൊന്നിട്ടില്ല. ദുര്യോധനനെയും സഹോദരന്മാരെയും അഭിമന്യു മൃതപ്രായരാക്കി ബാക്കിയുള്ളവരെ കൊന്നൊടുക്കാനും തുടങ്ങി. ആ സമയത്ത് കൗരവർക്ക് പ്രതീതമായത് രണഭൂമിയിൽ രണ്ട് അർജുനന്മാർ രണഭൂമിയിലുണ്ട്. രണ്ടാളുകളും ഒരുമിച്ച് നിന്ന് പടപൊരുതുന്ന അവസ്ഥയായിരുന്നു. കാരണം അർജുനനേക്കാൾ വാശിയോടെ അർജുനന്റെ പുത്രനായിട്ടുള്ള അഭിമന്യു കൊന്നെടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്നലത്തെ കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. കാരണം അഭിമന്യുവിൻ്റെ സഹോദരനായിട്ടുള്ള ഇരവാനെ കഴിഞ്ഞ ദിവസം അലംബുഷൻ കൊന്ന് തലവെട്ടിയെടുത്തുകൊണ്ട് പോയി. അതിൻ്റെ കലിപ്പ് അർജുനനും ഉണ്ട്, ആർക്കും ഉണ്ട്, അഭിമന്യുവിനും ഉണ്ട്. രണ്ടാളുകൾക്കും നല്ല ദേഷ്യവും പകയും ഒക്കെ ഉള്ളിൽ എരിയുന്നുണ്ട്. ഈ സമയത്ത് ദുര്യോധനൻ എന്ത് ചെയ്തു? അഭിമന്യു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ പഞ്ഞിക്കിട്ട് നാശമാക്കും. അഭിമന്യുവിൻ്റെ വെറി കണ്ടിട്ട് ദുര്യോധനൻ യുദ്ധഭൂമി ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പോർ നടക്കുന്ന ഇടം ഉപേക്ഷിച്ചിട്ട് അലംബുഷൻ്റെ കാൽക്കൽ വീഴുവാണ്. അലംബുഷ, മോനെ നീ എന്നെ രക്ഷിക്കടാ, ഈ അഭിമന്യു അവൻ്റെ സഹോദരൻ്റെ മരണത്തിനുള്ള പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീയാണ് അവൻ്റെ സഹോദരനെ കൊന്നത്, നിനക്ക് തന്നെ അഭിമന്യുവിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ, നീ പോയി അവനെ പരാജയപ്പെടുത്താൻ പറയും. അങ്ങനെ അലംബുഷൻ, ഞാൻ ഇരവാൻ്റെ തലവെട്ടിയെടുത്തവനാണ്, അഭിമന്യുവിനെ തീർക്കാം എന്നൊക്കെ പറഞ്ഞു വരികയാണ്. മായായുദ്ധങ്ങളിലൂടെയാണ് ഇരവാനെ പരാജയപ്പെടുത്തിയത്. അഭിമന്യുവിനാണെങ്കിൽ മായായുദ്ധവും സാധനമൊന്നുമില്ല. രണ്ടുപേരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുവാണ്. അങ്ങനെ അലംബുഷൻ മായാപ്രയോഗങ്ങൾ തുടങ്ങി. മായാപ്രയോഗങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ മായാവിദ്യയിലൂടെ അവിടെ മുഴുവൻ ഇരുട്ടാക്കി അഭിമന്യുവിനും കൂടെ ഉള്ളവർക്കും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റി. ഈ ഇരുട്ടിൽ
അലംബുഷൻ മറ്റുള്ളവരെ അഭിമന്യുവിനെയും കൊല്ലാമെന്ന് തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ ഭാസ്കരാസ്ത്രം, സൂര്യദേവന്റെ അനുഗ്രഹമുള്ള അസ്ത്രങ്ങളിൽ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാസ്കരാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അഭിമന്യു ആ ഇരുട്ടിനെ മുഴുവൻ മാറ്റി വെളിച്ചമാക്കി. രണ്ടാളുകളും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം. ഒടുവിൽ അലംബുഷനെ അഭിമന്യു വധിക്കും എന്നുള്ള ഘട്ടമായപ്പം അലംബുഷനും കണ്ടം വഴിയോടി. അഭിമന്യു അവിടെ ഇൻസെയിൻ വാറാണ് എതിരാളികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഭീഷ്മർ എവിടെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം മുന്നിൽ വരുന്ന എല്ലാവരെയും ചവിട്ടി അരയ്ക്കും എന്ന് ഭീഷ്മർ നേരത്തെ ദുര്യോധനന് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. തൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും ഭീഷ്മർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആന ഉറുമ്പിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ, ഉറുമ്പുകളെ ചവിട്ടി മെതിക്കുന്നത് പോലെ പാണ്ഡവരുടെ പോരാളികളെ മുഴുവൻ ഭീഷ്മർ അന്ന് കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 14,000-ഓളം പാണ്ഡവ പോരാളികളെ അന്ന് ഭീഷ്മർ വകവരുത്തി. ഈ സമയത്ത് അർജുനൻ എവിടെ ആയിരിക്കും എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം അർജുനനോ സാത്വികയോ ഒക്കെ അല്ലേ ഭീഷ്മരെ എതിരിടേണ്ടത്, അല്ലെങ്കിൽ ഭീമനല്ലേ എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേസമയം അർജുനനെ ആര് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്? മഹാഭാരത യുദ്ധത്തിൽ ഒരുപാട് അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള വാരിയേഴ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് നമ്മൾ ത്രിഗത വാരിയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ത്രിഗത പോരാളികൾ, ചക്രവ്യൂഹം നിർമ്മിക്കുന്നതിൽ ശ്രേഷ്ഠരായിട്ടുള്ള ത്രിഗത പോരാളികളിൽ ഒരാളായിട്ടുള്ള സുശർമനും അയാളുടെ 5 സഹോദരന്മാരും അസ്ത്രവിദ്യകളിൽ കിടിലോൽക്കിടിലമായിരുന്നു. ഈ സുശർമൻ അർജുനന് നല്ല ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മരണ ഫൈറ്റിൽ എന്ന് വെച്ചാൽ സുശർമൻ അർജുനനോട് തോക്കുന്നതേ ഇല്ല. രണ്ടാളുകളും നല്ല രീതിയിൽ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇൻ കേസ് സുശർമൻ തളരുവാണെങ്കിൽ അയാളുടെ 5 ആർച്ചറിയിൽ മികച്ച സഹോദരന്മാരും ചേർന്ന് യുദ്ധം ചെയ്യും. അങ്ങനെ അർജുനനെ ഇടം ബലം വിടാതെ പൂട്ടിയിരിക്കുകയാണ് ആര് സുശർമനും അയാളുടെ സഹോദരന്മാരും. അതേസമയം സാത്വികി ആരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സാത്വികിയും അശ്വത്ഥാമാവും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പം രണ്ടുപേരും മികച്ച പോരാളികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളുകളും പരസ്പരം മുറിവേൽപ്പിച്ചു. ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അശ്വത്ഥാമാവും കർണനും തമ്മിൽ നല്ല സൗഹൃദമാണെന്ന് കൽക്കി സിനിമയെ കാണിക്കുന്നതൊക്കെ തെറ്റാണ്. കാരണം അശ്വത്ഥാമാവിന് കർണനെ ഇഷ്ടമേ അല്ലായിരുന്നു. അതിൻ്റെ കാരണം കർണന് ദ്രോണരോട് വലിയ മമത ഇല്ലാത്തതാണ്. കാരണം അശ്വത്ഥാമാവിന് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദ്രോണരാണ്. ദ്രോണർക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് അശ്വത്ഥാമാവ്. രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് ഭയങ്കരമാണ്. ഹെവൻലി ബോണ്ടാണ് അശ്വത്ഥാമാവും ദ്രോണരും തമ്മിലുള്ളത്. അതുകൊണ്ട് സാത്വികിയും അശ്വത്ഥാമാവും തമ്മിലുള്ള യുദ്ധത്തിൽ ആർക്ക് മുറിവേറ്റു എന്നറിഞ്ഞപ്പം ദ്രോണർ ഓടി വരികയാണ് തൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാത്വികയെ കൊല്ലാനുള്ള നീക്കത്തിലേക്ക് ദ്രോണർ തിരിയുമ്പം അർജുനൻ സുശർമനെ ഉപേക്ഷിച്ചിട്ട് ഓടി വന്ന് സാത്വികയെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷിച്ച് രണ്ടാളുകളെയും ശിബിരത്തിലേക്ക് മാറ്റി വീണ്ടും യുദ്ധം തുടങ്ങുവാണ്. ശിബിരത്തിലേക്ക് മാറ്റിയെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഗ്രൗണ്ട് ഫീൽഡിൽ നിന്ന് മാറ്റി പിന്നെ രണ്ടാളുകളും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുശർമനും അർജുനനും തമ്മിൽ. ഇടയ്ക്ക് ഭീമൻ വന്ന് ഇവിടെ ഫൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭീമൻ ഇന്നത്തെ ദിവസം ഇല്ലാന്നൊന്നും കരുതരുത്, ഭീമനും ഇടയ്ക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില സമയങ്ങളിൽ അഭിമന്യു കയറി വരുന്നുണ്ട്. അങ്ങനെ യുദ്ധം ഇങ്ങനെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഭിമന്യു അലംബുഷനെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. അഭിമന്യു അലംബുഷനെ കൊല്ലും എന്നായപ്പം അലംബുഷൻ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഘട്ടത്തിലേക്കെത്തി. 14,000 പോരാളികളെ ഭീഷ്മർ കൊന്നു കളഞ്ഞു. ഈ സമയം അർജുനൻ പറയുവാണ്, നമുക്ക് ഭീഷ്മരുടെ അടുത്തോട്ട് പോവാം, അല്ലെങ്കിൽ ഒരു പണിയും നടക്കത്തില്ല. ഭീഷ്മർ ഇങ്ങനെ നമ്മളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കും, നമ്മുടെ പോരാളികളെ മുഴുവൻ കൊന്നു തള്ളിക്കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പം അർജുനനോട് കൃഷ്ണൻ പറയും, ഓക്കെ, നിന്നെ കൊണ്ട് കൂടുന്ന പരിപാടിയല്ല മോനെ, ഭീഷ്മരെ തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി ടാസ്ക്കാണ്, നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും. അപ്പം ഭീഷ്മരുടെ അടുത്തേക്ക് പോവാൻ കൃഷ്ണനോട് അർജുനൻ പറയുവാണ്. കൃഷ്ണൻ നല്ല തേരാളി ആയതുകൊണ്ട് തന്നെ എത്രയും വേഗം ഭീഷ്മരുടെ അടുത്തെത്തി. ഒരേ സമയം 1000 അമ്പുകൾ വരുന്ന പോലെയാണ് ഭീഷ്മരുടെ അടുത്ത് നിന്ന് സാധനം വരുന്നത്. ഒരു ഘട്ടത്തിലും അർജുനന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഭീഷ്മരുടെ ഈ ശപഥവും ഉള്ളിലെ പകയും എല്ലാം കൂടെ, അതായത് അപമാനത്താൽ ഉണ്ടായ പക, അതെല്ലാം കൂടെ വന്ന് ഭയങ്കര ഘോരമായിട്ട് പാണ്ഡവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാണ്ഡവർ അന്ന് ചിന്ന ഭിന്നമായിപ്പോയി. അപ്പം എങ്ങനെയൊക്കെയോ അർജുനനെ കൃഷ്ണൻ രക്ഷിക്കുന്നുണ്ട്. തൻ്റെ രഥം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് രക്ഷിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭീഷ്മർ സകലതിനെയും കൊല്ലും എന്ന് ഉറപ്പായതോടുകൂടി കൃഷ്ണൻ പറയും, അർജുന, നിന്നെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല, ഞാൻ ഇറങ്ങാം. അങ്ങനെ ഒരു രഥത്തിൻ്റെ ചക്രം എടുത്തുകൊണ്ട് സുദർശന ചക്രമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഭീഷ്മരെ വധിക്കാൻ കൃഷ്ണൻ ഇറങ്ങുന്നു. നേരത്തെയും ഇതുപോലെ കൃഷ്ണൻ ഒരു തവണ ഭീഷ്മരെ വധിക്കാൻ ഇറങ്ങുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ഘട്ടം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കൊരു ചെറിയ സുഖം കിട്ടിയേനെ. അതൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പം, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം വീണ്ടും പഴയതുപോലെ അർജുനൻ കാലെ പിടിക്കും. കൃഷ്ണൻ പറയുകയാണ്, അങ്ങ്
ശപഥം ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിൽ ആയുധമെടുത്ത് പോരാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം ഭീഷ്മർ പറയും, വാസുദേവ അങ്ങ് എന്നെ കൊല്ലൂ, ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്കത് സ്വർഗത്തിന് തുല്യമാണ്, ഞാൻ ഇച്ഛാമരണം അങ്ങയുടെ കൈകൊണ്ട് വാങ്ങിക്കാനും സന്നദ്ധൻ തന്നെയാണ്. പക്ഷേ ഞാനിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ പാണ്ഡവർ പരാജയപ്പെടും, അങ്ങ് എന്നെ കൊല്ലുന്നതാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം. അങ്ങ് എന്നെ കൊന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പാണ്ഡവർ നോക്കിക്കൊള്ളും. പക്ഷേ ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ പാണ്ഡവർ മരിക്കും, അതുകൊണ്ട് അങ്ങ് ആകെ ചെയ്യേണ്ടത് ഇപ്പോൾ എന്നെ കൊല്ലുക എന്നത് മാത്രമാണ്. അപ്പം അർജുനൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ ഈ ഒരു ചർച്ചയും വാഗ്വാദങ്ങളും ഒക്കെ സൂര്യാസ്തമയം വരെ പോവും. സൂര്യാസ്തമയത്തിന് ശേഷമാണ് യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടൊരു പദ്ധതി എന്ന പോലെ കൃഷ്ണൻ യുധിഷ്ഠിരനെ വിളിച്ചിട്ട് പറയും, അങ്ങ് പോയി അങ്ങയുടെ പിതാമഹനെ കണ്ടു ഒരു വട്ടം കൂടെ അനുഗ്രഹം വാങ്ങിക്കണം, അനുഗ്രഹം വാങ്ങിക്കുന്ന അവസ്ഥയിൽ ചോദിക്കണം, അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ധർമ്മപക്ഷമായ പാണ്ഡവപക്ഷം പൂർണ്ണമായിട്ടും പരാജയപ്പെടും, ധർമ്മത്തിനെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് തന്നെ പിതാമഹനോട് ഞാൻ ചോദിക്കുകയാണ്, പിതാമഹ അങ്ങ് എങ്ങനെയാണ് എന്നെ അങ്ങേ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അങ്ങേ എങ്ങനെ തടയാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് യുധിഷ്ഠിരൻ ആരോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്? യുധിഷ്ഠിരൻ ഭീഷ്മരോട് റിക്വസ്റ്റ് ചെയ്യാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. ഇതിനിടെ വേറൊരു സംഗതി ഉണ്ട്. ഭീഷ്മർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ശിഖണ്ഡി അല്ലാതെ വേറെ ആരും എതിർക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തകർത്തു വിടുമെന്ന്. ഈ ശിഖണ്ഡി യുദ്ധത്തിന് വന്നിരുന്നു, പക്ഷേ അവഗണിച്ചു. ദ്രോണരല്ല, ഭീഷ്മർ അവഗണിച്ചിട്ടാണ് മറ്റുള്ളവരിലേക്ക് പോയത്. അപ്പം തന്നെ പരാജയപ്പെടുത്താനുള്ള, അതായത് ഭീഷ്മരെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ തടയാനുള്ള ഉപായം എന്താണെന്ന് ഭീഷ്മരോട് തന്നെ ചോദിക്കാൻ, രാത്രിയിൽ പോയി ചോദിക്കാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് ചട്ടം കിട്ടുന്നതോടുകൂടി ആ 9-ാം ദിവസത്തെ രാത്രി അവസാനിക്കുന്നു.